നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് ഒരു 5 സവാള നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 10-12 വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, ഒരു 4 ഏലക്ക. ഇത്രയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ വലുതും ചെറുതുമായിട്ടാണ് 5 സവാള എടുത്ത് വെച്ചിരുന്നത്. അതിൽ പകുതിയോളം സവാള നമ്മളിപ്പം ഒരു ജാറിൽ തട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക അതും കൂടി നമ്മൾ ഈ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോ ഇങ്ങനെ ഒരു അളവിനാണ് അരച്ചെടുത്തിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഇതിനെ മാറ്റി വെക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഒരു ട്രാൻസ്പാരന്റ് ആകുമ്പോഴേക്കും നമ്മൾ അരച്ച് മാറ്റി വെച്ച കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ ഉള്ളി ഇത്രയും വഴന്നു. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ഒരു 3 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് 4 തക്കാളി വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളിയിൽ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാരണ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കണം. ഇപ്പൊ ഇതിന്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം നമുക്ക് ഇതിനെ ഇനി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയം നമ്മൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ പുളിപ്പുള്ള തക്കാളി ആണെങ്കിൽ നിങ്ങൾ തൈര് പുളി കുറഞ്ഞതെടുത്താൽ മതി. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് മട്ടൻ തട്ടി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ഇതിലിപ്പോ ഇറങ്ങി വന്ന വെള്ളം എല്ലാം കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു സമയം കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിപ്പോ 4 വിസിൽ ഇതിൽ കേട്ട് കഴിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം വെന്തോ ഒന്ന്. തീ കത്തിച്ചു കൊടുക്കാം. നമ്മൾ 4 വിസിലാണ് കേൾപ്പിച്ചത്. അപ്പം ഇതിപ്പോ നന്നായിട്ട് നമ്മുടെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ചാറോടെ വേണമെങ്കിൽ ഇതിൽ തന്നെ അങ്ങ് നിർത്തിയാൽ മതി. ഇല്ലെങ്കിൽ നല്ലപോലെ വറ്റിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മട്ടൻ കറി റെഡി.